സിന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരൽ. അതെ, സ്വർണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടാലും ബന്ധനം ബന്ധനം തന്നെയാണ്. 74ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന എല്ലാ ഭാരതീയർക്കും സ്നേഹ ആശംസകൾ, സ്വാതന്ത്ര്യ ദിന ആശംസകൾ. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ഉള്ളവർ അവർ സാക്ഷാൽ സ്വതന്ത്രരാണെന്ന്. ഇഫ് ദ സൺ ഹാസ് സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. അതെ, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളുടെയും പിടിയിൽപ്പെട്ടിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ സകലർക്കും സമാധാനം നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ കടന്നു വന്ന യേശു കർത്താവിൽ കൂടി സ്വാതന്ത്ര്യം ലഭ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നാം ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് പ്രയർ. യു ആർ വാച്ചിങ് എക്സഡസ് ഹാർപ്പ് ആൻഡ് ബൗൾ മോർണിംഗ് പ്രയർ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, അത് അനുഭവിക്കുവാൻ ഭാരതത്തിലെ സകല പ്രിയ സഹോദരി സഹോദരങ്ങളെയും അങ്ങ് ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങേ പിന്നെയും ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കിയാലും. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കം ലെറ്റ്സ് വർഷിപ്പ് ദി ലോർഡ് ഇൻ വൺ അക്കോർഡ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകള് ഓർത്താൽ സ്തുതിക്കുവാൻ 1000 നാവുകൾ പോരാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന ഓരോ നിമിഷവും ആ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇന്ന് ഈ പകൽ സമയത്ത് ഞങ്ങളോട് ചേർന്ന് ആ വലിയവനായ ദൈവത്തെ പാടി നമുക്ക് സ്തുതിക്കാം. ഞങ്ങളോട് ചേർന്ന് പാടുക. ശിക്ഷ
സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങളെ വ്യക്തിപരമായി, ഞങ്ങളെ കുടുംബമായി, ഞങ്ങളുടെ ദേശത്തിന് കർത്താവെ, നീ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നൽകി തന്ന എല്ലാ നന്മകൾക്കും വിടുതൽക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ദേശം അനേക സ്ട്രഗിൾസിൽ കൂടെ കടന്നുപോയി. എന്നാൽ എൻ്റെ കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഞങ്ങൾക്ക് തന്ന ഈ സ്വാതന്ത്ര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഈ ദേശത്തേക്ക് അയച്ച എല്ലാ മിഷണറിമാർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഹല്ലേലൂയ അവരെ അയച്ചതാണ്. അനേകരിലേക്ക് സത്യസുവിശേഷം എത്തുവാൻ അവരിൽ കൂടെ ദൈവം സഹായിച്ചല്ലോ. താങ്ക് യു ഫാദർ. എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഈ സുവിശേഷം കർത്താവെ പിന്നെയും അനേകരിലേക്ക് പകരപ്പെടുവാൻ തക്കോണം കർത്താവെ വീണ്ടും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വിവേകം കൊടുക്കണമേ, ദൈവം അവർക്ക് ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ കർത്താവെ. ദൈവത്തിൻ്റെ ഹിതം മാത്രം കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിൽ നടക്കുവാൻ തക്കോണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ബ്ലെസ് ചെയ്യണമേ കർത്താവെ. അവർക്ക് ആരോഗ്യം കൊടുക്കണമേ കർത്താവെ. പരിജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഓരോ സ്റ്റേറ്റ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ഭരണാധികാരികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, പാർലമെൻറ്റ് മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ആർമി നേവി ഓഫീസേഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഇമ്മോറാലിറ്റിയിൽ നിന്നും എല്ലാ ദുഷ്ടപ്രവൃത്തിയിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ വിടുവിച്ച് ഹല്ലേലൂയ യേശുവിലേക്ക് നോക്കുവാൻ ഹല്ലേലൂയ
ദൈവം എല്ലാവരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ബോർഡേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാരാൽ കർത്താവെ ഞങ്ങളുടെ ബോർഡേഴ്സിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യണമേ കർത്താവെ. എല്ലാ അസ്വസ്ഥതകളും മാറി കർത്താവെ. ഹല്ലേലൂയ. സമാധാനം കർത്താവെ ഞങ്ങളുടെ ബോർഡേഴ്സിൽ ദൈവം കൊടുക്കണമേ കർത്താവെ. ഒരു വിടുതൽ കർത്താവെ ഞങ്ങളുടെ ബോർഡേഴ്സിൽ ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ ഈ കോവിഡിൻ്റെ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ ദൈവം നൽകണമേ കർത്താവെ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ കഷ്ടപ്പെടുന്ന അനേക ഏരിയാസ് ഉണ്ട് കർത്താവെ. അവിടെയൊക്കെയും പരിശുദ്ധാത്മാവെ ദൈവം വിടുവിക്കണമേ കർത്താവെ. ഭാരങ്ങളും പ്രയാസങ്ങളും പട്ടിണിയിലും കർത്താവെ ജോലിയില്ലാതെയും അലയുന്ന ജനങ്ങളെ എൻ്റെ കർത്താവ് അവിടുന്ന് വിടുവിക്കണമേ കർത്താവെ. ദൈവം അവരോട് മനസ്സലിയണമേ കർത്താവെ. അനേക കർത്താവെ ജോലിയില്ലാതെ ഡെയിലി വേജസിൽ കഴിയുന്നവർ കർത്താവെ വളരെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകുന്ന അപ്പച്ച ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അപ്പച്ചൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ കർത്താവെ. വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ വിടുവിക്കണമേ അപ്പച്ച. ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, എല്ലാ നന്മകൾക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കോണ്ടിനെൻസിനെയും ദൈവമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ മഹാമാരിയിൽ നിന്ന് എൻ്റെ കർത്താവ് പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവെ എല്ലാവരും റൂട്ടീൻ വർക്കിലേക്ക് കടക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ എത്രയും വേഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ നീ കണക്കിടല്ലേ കർത്താവെ. ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ദൈവമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവെ. ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാണമേ കർത്താവെ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. Praise God. Good morning, everyone. I praise and thank God for giving me this privilege to share from the Word of God in today's short devotion. I would like to draw your attention to a woman who stands out in the Old Testament. After her name, a whole book is dedicated. Ruth the Moabite, a Gentile woman married to a Hebrew. What makes a Gentile woman so special? As we read the book of Ruth, we see a rare bond of love which thrived through a bitter, unfair season of lack and mishappenings. The background of the story is Elimelech and Naomi with two sons goes from Bethlehem to Moab when hit by a famine. Bethlehem means house of bread. The point here to note is Lord had forbidden his people to go outside the country, meaning it is better to be in a famine in that which belonged to the Lord than to be in a place of prosperity in the hands of the enemy. Famine can hit even the house of bread. However, they lived in Moab almost 10 years and the sons took wives from Moab. At the end of the decade, misfortune took away all the men from that family. Elimelech and both his sons died, leaving behind their wives without any children. We see 3 women standing heartbroken and helpless in the land of Moab. Naomi, the mother-in-law, has taken a decision to go back to Bethlehem, and she insists her daughter-in-laws to return to their own homes. She managed to convince Orpah, one of her daughter-in-laws, and Orpah has decided to part ways, and we never hear from her again. But Ruth clung on to Naomi. Now, what happens to Orpah? If we see carefully, Orpah was the first one to obey Naomi. Explicit obedience. Naomi told her to return to her house, and obedient enough, she returned. Did her obedience bring any glory to God? I was asking in my mind, and the answer which came up to me is the instruction we receive from others when they are bitter, not able to see the goodness of God, and not able to understand own faults, and when blaming God, one should be careful that may not be the right advice. Here, Naomi could have encouraged Orpah
to come to Bethlehem and find shelter under the mighty wings of the God of Israel. But her hopelessness or incapabilities or her love forced her to keep away Orpah. It was a nice chance for Naomi to bring Orpah to the true living God. Now, here again, we see the wisdom, knowledge, and faith of Ruth. She could hear differently, see differently. She heard what Orpah did not hear, so what Orpah could not see, because she was seeing, hearing, feeling beyond her five senses. The just shall live by faith. They will walk not by sight, but by faith. So here, Ruth was following the risky but hard rule. What an insight Ruth had. Amazing. Let us come back to the story. In chapter 1, verse 16, we see one of the most affirmative and bold confession in the Bible, which Ruth says to Naomi, "Where you go, I'll go. Where you stay, I will stay. Your people shall be my people, and your God my God. Where you die, will I die, and there I will be buried." What a remarkable statement. This is Ruth's commitment, no looking back. The ultimate line she has drawn from her own world of idol worship and pagan gods. She has thrown her lot with those who worship the Lord of glory. She cut all her ties from her people, culture, and family. Dear children of God, when we take a decision to follow the true living God, this is the exact commitment God is expecting from His people. The journey on which Ruth embarked was not an easy one. It had its own intricacies. For sure, any other person in her place would have backed off. To name few of her challenges, firstly, Ruth was not taking up a journey with a friend. There was a generation gap between Ruth and Naomi. Ruth was strong and determined, whereas Naomi was aged, bitter, and hopeless. Next difficulty was the relationship between them was sensitive. A mother-in-law and daughter-in-law relationship generally is not smooth, as you all know, rather is very delicate. Another challenge in this journey is Naomi was bitter towards life, and at that point her faith in the Lord was not very strong. And Ruth would not have any idea which way she would be treated in Bethlehem, since she will be a stranger, that too from an enemy's land. Another difficulty, both had nothing to hold on to except their bond of love. And yet another challenge, the book of Judges records this period as the darkest spiritual time. Everyone did as they saw fit, extremely vulnerable days in Israel, tough times. Can we place ourselves in situations like this? And what would be our attitude? Dear children of God, Ruth, the woman of word, took a bold leap of faith. Her determination and persistence brought her and her mother-in-law to the land of Bethlehem. A woman's initiative rarely gets so direct as in Ruth. Chapter 2, verse 2, Ruth says to Naomi, with all submission, "Let me go to the fields and pick up the leftover grains." That would have been a very mean job, especially a young woman like Ruth, but Ruth was willing to do it. With Naomi's permission, she landed up in the field of Boaz, a mighty man of extreme wealth and a kinsman of the Elimelech family from the tribe of Judah. Chapter 2, verse 10 cannot go unnoticed when Boaz meets Ruth. It's written that, "Then she fell down on her face and bowed down herself to the ground,
and said unto him, Why have I found grace in your eyes, that you should take knowledge of me, seeing I am a stranger? Bible scholars pictures Boaz as a type of Christ and Ruth the Gentile as a type of church. Our Lord Jesus Christ, in His grace and mercy, redeemed us from all darkness and captivity and eternal doom. Those who met His grace and favor only can appreciate Ruth's humility at the feet of Boaz and her response, Why have I found grace in your eyes, that you should take knowledge of me, seeing I am a stranger? Boaz's response in verse 12 says, The Lord recompense your work, and a full reward be given to you of the Lord God of Israel, under whose wings you are come to trust. Boaz welcomes this Gentile woman into the family of God is amazing. One thing here to notice is that as Boaz was informed of Ruth's dedication towards her mother-in-law and how she has left her people and nativity and have come to a people which she never knew about, and she decided to follow the God of Israel, our God also take a note of our commitment towards our faith, and a promise of a full reward is assured when we trust and find protection under His mighty wings. After Ruth's first meeting with Boaz, the story changes. Naomi's attitude of bitterness turned into hope. She speaks of the law of the kinsman redeemer, which otherwise she did not disclose it to the daughter-in-laws. This brings a message to all the Ruths of our day. Get your Naomis connected with Boaz. Get your mother-in-laws who are weak in faith, bitter towards life, living in hopelessness. Get them connected with Jesus Christ, the Lord of our salvation. Let their heart get changed. Let them see a ray of hope. Let them find comfort. Let them find light in darkness and hope in despair. Thereafter we see Ruth, like an obedient little child, carries out every dot instruction given by her mother-in-law. She is willing to go to the winnowing place, wash herself, anoint and put her raiment, and get down to the floor. Ruth promptly obeys every step as it was told by Naomi. And in chapter 3 verse 6 says, she went down to the floor, and there she did not miss to win the favor of Boaz. Yes, beloved ones, if we are willing to separate the chaff from our lives, the past and the present, which is not aligned with the Word of God, and wash ourselves in the blood of Jesus Christ, receive the anointing of the Holy Spirit, put on the garment of righteousness of Jesus Christ, and get down to the floor, we will stay under the favor of our Redeemer. Let us be like Ruth in obedience and in submission, humility and hard work, determination and devotion, boldness added with courage. We will be able to get through every tragic event, times of lack, adversities, bitterness, and hopelessness. And we know the happy ending of the story. Naomi could hold her grandson high, and her pleasantness returned. Initially, when she came to Bethlehem, we see Naomi saying, Don't call me Naomi, call me Mara. Naomi means pleasant and Mara means bitter. And what did the women in Bethlehem say to Naomi? Let us look at chapter 4, verse 14. Praise be to the Lord, who is this day who has not left you without a kinsman redeemer. He will renew your life and sustain you in your old age. For your daughter-in-law, who loves you and who is better to you than 7 sons, have given him birth. Moreover,
They said in verse 17, Naomi has a son, and they named him Obed, meaning worshipper. The last verse of the book of Ruth show that God's plan has extended beyond Ruth and Naomi. Remember, Ruth the Moabite has been accepted and favored by God and became instrumental to see Israel's great king, Ruth's great grandson, turned out to be King David. Ruth made a difference to anyone who thought God's love was only for Jewish people. Ruth's life made a stunning difference. Ruth has found her way in the Gospel of Matthew, chapter 1, verse 5. Her name is recorded in the genealogy of Jesus Christ. There are many lessons we can carry from this story. To name few significant ones, first is there is hope in the time of despair. Second, our past is not our final destination when we trust God. Third being, the right step is to listen to the voice of the Holy Spirit, the promptings of the Holy Spirit. Fourth, God uses ordinary people for His glorious purpose. Last but not the least, when we display compassion and kindness, it will be richly rewarded. When we follow our heart to do the right, God will take us to greater blessings. Get ready to receive our bridegroom. His coming is very imminent. He has already taken us into His family. His favors will turn our gleaning into reaping and raining. May the Lord restore our lives for the glory of our King, our bridegroom. Yeshua's name, Amen. ഒറ്റ തെരഞ്ഞെടുപ്പിൽ കൂടി, അതെ, തൻ്റെ അമ്മായിയമ്മയായ നവോമിയുടെ ദൈവത്തെ തെരഞ്ഞെടുത്തപ്പോൾ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നിരാശയുടെയും വേദനയുടെയും അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവത്തിലേക്ക് വരുവാൻ രൂത്തിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇത് തന്നെ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഇന്ന് വേദനയിലോ നിരാശയിലോ കഷ്ടതയിലോ ബുദ്ധിമുട്ടിലോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തിലോ ആകുലതയിലോ നിന്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പിതാവേ, അടിയൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ രൂത്തിന്റെ ജീവിതത്തെ മുഴുവൻ അങ്ങ് മാറ്റിയതുപോലെ കർത്താവെ, അങ്ങേ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന തീരുമാനിച്ചിരിക്കുന്ന നിന്റെ പ്രിയമക്കളുടെ ജീവിതത്തെയും അങ്ങ് മാറ്റിമറിക്കണമേ. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. അവളുടെ കരച്ചിലിനെ സന്തോഷമാക്കി മാറ്റി, അവളുടെ വേദനയെ ആനന്ദമാക്കി മാറ്റിയ ദൈവം അങ്ങാണല്ലോ. ഇന്ന് കർത്താവ് നിന്റെ മക്കളുടെ ജീവിതത്തിലും അങ്ങ് അപ്രകാരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും അങ്ങ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറക്കരുത്, നാളെ ഞായറാഴ്ചയാണ്. രാവിലെ 9:30 നമ്മുടെ സൺഡേ സർവീസ് ലഭ്യമാകുന്നു. അതുകൊണ്ട് ഓൺലൈനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സൺഡേ സർവീസിൽ പങ്കാളികളാകണമേ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടെ കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.